Hello dears, welcome back to ISKSC English. Hello dear students. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റ് വരുന്നത് അനലൈസിങ് ലിറ്ററേച്ചർ എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ദ ബ്ലെസ്ഡ് ഡാമോസൽ എന്ന് പറയുന്ന കവിതയിലെ തീമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പ്രധാനമായിട്ടും 3 തീമാണ് വരുന്നത്. ഒന്നാമത്തേത് ലവ് ബിയോണ്ട് ഡെത്ത്, രണ്ടാമത്തേത് ഗ്രീഫ് ബിയോണ്ട് ഡെത്ത്. ഈ 3 നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ, ഈ 2 നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് മൂന്നാമത്തേതാണ്, തീമിലെ മൂന്നാമത്തേത് റിലീജിയൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് റിലീജിയൻ തീമിലെ മൂന്നാമത്തെ ഇതിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മളെ രണ്ടാമത്തെ രണ്ടാമത്തെ ബ്ലോക്ക് അവസാനിക്കുകയാണ്. ഇത് നമ്മൾ എടുക്കുന്ന 4ാമത്തെ യൂണിറ്റ് ആണ്. അപ്പോൾ രണ്ടാമത്തെ ബ്ലോക്ക് ഇന്ന് അവസാനിക്കും. അപ്പോൾ ഇത് അവസാനിച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ തീംസിൽ മൂന്നാമത്തേത് വരുന്നത് റിലീജിയൻ എന്ന മതം. The love between the damosel and her lover is depicted more in religious terms than in romantic terms in the blessed damosel. Blessed damosel എന്ന് പറയുന്ന ഈ കവിതയിൽ ഡാമോസലും അതുപോലെ തന്നെ ഡാമോസലിൻ്റെ ലവറും തമ്മിലുള്ള സ്നേഹത്തെ ഇവിടെ ചിത്രീകരിക്കുന്നത് ഒരു റൊമാൻറ്റിക് എന്നുള്ളതിൽ ഉപരിയായിട്ട് ഒരു മതപരമായിട്ടുള്ള കാഴ്ചപ്പാടിലാണ്. അതായത് ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത് മോർ ഇൻ റിലീജിയസ് ടേംസ് ദാൻ റൊമാൻറ്റിക് ടേംസ്. അതായത് ഒരു റൊമാൻറ്റിക് എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ മതപരമായിട്ടുള്ള രീതികൾക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. She imagines that her beloved will come to her and she will take him to Mary to proclaim their love. അവൾ സങ്കല്പിക്കുകയാണ് അവളുടെ ബിലൗഡ്, അവളുടെ കാമുകൻ അവളുടെ അടുത്ത് വരും, സ്വർഗത്തിൽ വരും. അങ്ങനെ അവൾ അവനെ മേരിയുടെ അടുത്ത്, വെർജിൻ മേരി കന്യാമറിയത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവരുടെ സ്നേഹം പ്രൊക്ലെയിം ചെയ്യും, പ്രഖ്യാപിക്കും എന്ന് അവൾ ഇമാജിൻ ചെയ്യുന്നുണ്ട്. ദേ വിൽ ബി ബ്രോട്ട് ബിഫോർ ക്രൈസ്റ്റ് ബൈ മേരി കന്യാമറിയം അവരെ രണ്ടുപേരെയും യേശുക്രിസ്തുവിൻ്റെ അവിടെ കൊണ്ടുപോകും. ദേ വിൽ റിമൈൻ ഫോർ എവർ ടുഗദർ ഇൻ ഹെവൻ. അങ്ങനെ രണ്ടുപേരും ശേഷം സ്വർഗത്തിൽ അവർ എന്നെന്നും അവര് താമസിക്കും. അടുത്തത് ഇമാജറി ആണ്. അപ്പൊ നമ്മൾ കവിത അനാലിസിസ് ചെയ്യാണ്. ആദ്യം അനലൈസ് ചെയ്തത് കണ്ടന്റ്, അതിനുശേഷം തീംസ്, അതിനുശേഷം ഇമാജറി. തീംസിലാണ് നമ്മൾ 3 പറഞ്ഞത്. ഇനി ഇമാജറി ഈസ് ആദ്യം എന്താണ് ഇമാജറി? ഇമാജറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? Imagery is a vivid and dynamic kind of description that engages the senses and imagination of the reader. അപ്പോൾ ഇമാജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിവിഡ് ആൻഡ് ഡൈനാമിക് കൈൻഡ് ഓഫ് ഡിസ്ക്രിപ്ഷൻ ആണ്. അതൊരു പവർഫുൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ വ്യക്തമായിട്ടുള്ള, ഡൈനാമിക് എന്ന് പറഞ്ഞാൽ പവർഫുൾ, അത് വളരെ പവർഫുൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ വ്യക്തമായിട്ടുള്ള, വിവിഡ്, ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്, ഒരു വിവരണമാണ് ഇമാജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡെസ്പൈറ്റ് ഇറ്റ്സ് മീനിങ്, അതിന് അതിൻ്റെതായിട്ടുള്ള അർത്ഥങ്ങൾ ഉണ്ടെങ്കിലും ഇമാജറി റെഫേഴ്സ് ടു ദി കംപ്ലീറ്റ് റേഞ്ച് ഓഫ് സെൻസറി എക്സ്പീരിയൻസസ് ഇൻക്ലൂഡിങ് ഇന്റീരിയർ ഇമോഷൻസ് ആൻഡ് ബോഡിലി സെൻസേഷൻസ്. അപ്പോൾ ഇമാജറി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ ഉണ്ട് എന്നിരുന്നാലും ഇമാജറി റെഫേഴ്സ് ടു ദി കംപ്ലീറ്റ് റേഞ്ച് ഓഫ് സെൻസറി എക്സ്പീരിയൻസസ്. അതായത് ഇമാജറി അതിൻ്റെ അർത്ഥങ്ങൾ ഉണ്ട് എന്നിരുന്നാൽ പോലും സെൻസറി എക്സ്പീരിയൻസസിനെ പൂർണ്ണമായിട്ടും അത് കാണിക്കുന്നു.
സെൻസറി എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലൂടെ അതുപോലെ തന്നെ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭൂതികൾ, കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ഇവയിലൂടെയുള്ള എക്സ്പീരിയൻസസിനെ പൂർണ്ണമായിട്ടും കാണിക്കുക. ഇതാണ് ആര് ചെയ്യുന്നത്? ഇമാജിനറി ചെയ്യുന്നത്. കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ബോഡിലി സെൻസേഷൻസ്, നമ്മളുടെ ശാരീരികമായിട്ടുള്ള അനുഭൂതികളെയും. അപ്പം എന്താ പറയുന്നത്? ബോഡിലി സെൻസേഷൻസിനെയും അതുപോലെ തന്നെ നമ്മളുടെ സെൻസറി എക്സ്പീരിയൻസസിനെയും പൂർണ്ണമായിട്ടും കാണിക്കുന്നതാണ്, അതിനെ പരാമർശിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനെ ഉദ്ദേശിക്കുന്നതാണ് എന്ത്? ഇമാജറി. ഇനി ഇമാജറി പല വിധമുണ്ട്. സം ഓഫ് ദി കോമൺ ഇമാജസ്, ചില കോമൺ ഇമാജുകളാണ്. ഒന്നാമത്തേത് വിഷ്വൽ ഇമാജ്. വിഷ്വൽ ഇമാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കവിതയിൽ മനോഹരമായിട്ടുള്ള വർണ്ണനകൾ വരും, വാഗ്മയ ചിത്രങ്ങൾ, വാക്കുകളിലൂടെ ചിത്രങ്ങൾ നൽകുക. അത് നല്ലൊരു കവിയുടെ കഴിവാണത്. അത്തരമൊരു കവിതയാണെങ്കിൽ അത് വായിച്ചു കഴിഞ്ഞാൽ റീഡറുടെ മൈൻഡിലേക്ക് ആ ചിത്രങ്ങൾ വരും. റീഡർക്ക് തൻ്റെ മനസ്സിൽ അത് കാണാൻ കഴിയും, റീഡർക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അതാണ് വിഷ്വൽ ഇമാജ് ഒന്നാമത്തേത്. അതായത് ആ കവിതയിലുള്ള വർണ്ണന ചിത്രങ്ങളായിട്ട് റീഡറുടെ മനസ്സിലേക്ക് വരിക. അടുത്ത ഇമാജാണ് ഓഡിറ്ററി ഇമാജ്. ഓഡിറ്ററി ഇമാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദങ്ങളെ കുറിച്ച് പറയുന്നതാണ്. ശബ്ദങ്ങളെ കുറിച്ച്, അതായത് എന്തുമാവാം. അതായത് പക്ഷിയുടെ ശബ്ദങ്ങളോ അല്ലെങ്കിൽ മഴയുടെ ശബ്ദം, ഇതുപോലെ ശബ്ദത്തെക്കുറിച്ച് ഒരു കവിതയിൽ പറയുന്നുണ്ടെങ്കിൽ അത് ഓഡിറ്ററി ഇമാജിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഓൾഫാക്ടറി ഇമാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണങ്ങൾ, സ്മെല്ലിനെ കുറിച്ച് പറയുന്നത്. ആൻഡ് സോൾ. പിന്നെ അതുപോലെ വേറെയും ഇമാജുകളുണ്ട്. ഇപ്പോൾ ടാക്ടൈൽ ഇമാജ് ഉണ്ട്, ഇങ്ങനെ മറ്റു ഇമാജുകളുണ്ട്. അപ്പോൾ അതിൽ ചിലതാണ് ഇവിടെ മെൻഷൻ ചെയ്തത്. വിഷ്വൽ ഇമാജ്, ഓഡിറ്ററി ഇമാജ്, ഓൾഫാക്ടറി ഇമാജ്, ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള ഇമാജസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇമാജറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെൻസറി എക്സ്പീരിയൻസസുകളെയും ബോഡിലി സെൻസേഷൻസിനെയും റഫർ ചെയ്യുന്നതാണ് എന്ത്? ഇമാജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ത്രൂ ഔട്ട് ദ പോയം ദ പോയറ്റ് യൂസസ് റിലീജിയസ് ഇമാജറി. അതായത് ഈ കവിതയിലുടനീളം കവി മതപരമായിട്ടുള്ള ഇമാജസ് യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതായത് ക്രിസ്ത്യൻ ഇമാജറി, ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ടത്, അതായത് വെർജിൻ മാരി, ജീസസ് ക്രൈസ്റ്റ്, അല്ലെ, ഇതുപോലെ. ത്രൂ ഔട്ട് ദ പോയം ദ പോയറ്റ് യൂസസ് religious imagery in portraying the relationship between the damosel and her lover. ഡാമോസലിൻ്റെയും അതുപോലെ തന്നെ അവളുടെ ലവറിൻ്റെയും റിലേഷൻഷിപ്പിനെ വരച്ച് കാണിക്കുമ്പോൾ, പോർട്രേ ചെയ്യുമ്പോൾ കവി ക്രിസ്ത്യൻ ഇമാജറി, കവിതയിലുടനീളം റിലീജിയസ് ഇമാജറി ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. The depiction of the damosel as a pious woman in heaven longing for her lover. അതായത് ഈ ചിത്രത്തിൽ, ഈ കവിതയിൽ ഡാമോസലിനെ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു പയസ് വുമൺ ആയിട്ടാണ്. നല്ല വിശ്വാസിയായിട്ടുള്ള ഒരു സ്ത്രീ, പയസ് വുമൺ, നല്ല വിശ്വാസിയാണ് പയസ്. അവര് സ്വർഗത്തിൽ അവരുടെ കാമുകനെ കാത്തിരിക്കുന്ന എ പയസ് വുമൺ, ഒരു പയസ് വുമൺ ആയിട്ടാണ് ഡാമോസലിനെ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ഇമേജ് ഓഫ് റീയുണൈറ്റഡ് ലവേഴ്സ്. All these images reinforce the idea of the ascension of souls who make it to heaven. അതായത് സ്വർഗത്തിൽ തന്റെ ലവറെ കാത്തിരിക്കുന്ന വിശ്വാസിയായിട്ടുള്ള ഡാമോസലിന്റെ ചിത്രം, അതുപോലെ തന്നെ ദ ഇമേജ് ഓഫ് റീയുണൈറ്റഡ് ലവേഴ്സ്, ആ ലവേഴ്സ്, മരണത്തോടു കൂടി വേർപിരിഞ്ഞ ലവേഴ്സ് താൽക്കാലികമായിട്ട്. പക്ഷെ ഇവിടെ പറയുന്നുണ്ട്, തീം പറയുന്നത് മരണത്തിന് അതീതമാണ് സ്നേഹം എന്നാണ് പറഞ്ഞത്, എന്നാലും താൽക്കാലികമായിട്ട് ജസ്റ്റ് ആണെന്ന് പറയാണ്.
ആ ഒരു ലവേഴ്സിന്റെ റീയൂണിയൻ, വീണ്ടും ഒരുമിക്കുക. ഈ രണ്ട് ഇമേജ്, ലവേഴ്സിന്റെ റീയൂണിയനും അതുപോലെ തന്നെ തൻ്റെ കാമുകനെ കാത്തിരിക്കുന്ന ഡാമോസലിന്റെ ചിത്രവും, ഓൾ ദീസ് ഇമേജസ് റീഇൻഫോഴ്സ്, ഈ രണ്ട് ഇമേജുകളും റീഇൻഫോഴ്സ് ചെയ്യുന്നു, ശക്തിപ്പെടുത്തുന്നു അല്ലെങ്കിൽ പ്രബലമാക്കുന്നു ദ ഐഡിയ ഓഫ് അസെൻഷൻ ഓഫ് സോൾസ് ഹു മേക്ക് ഇറ്റ് ടു ഹെവൻ. അതായത് മരണശേഷം നല്ല ആളുകൾ സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന ആശയത്തെയാണ് ഇവിടെ പ്രബലമാക്കുന്നത്. അപ്പൊ മരണശേഷം ആളുകൾ എന്ന് പറയുമ്പോൾ അസെൻഷൻ ഓഫ് സോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മനുഷ്യർ, നല്ല ആളുകൾ ഹു മേക്ക് ഇറ്റ് ടു ഹെവൻ, അവര് സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന വിശ്വാസത്തെ, ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ എല്ലാ മതത്തിലെയും വിശ്വാസത്തെ ഈ ഒരു ഇമേജ് പ്രബലമാക്കുന്നു. The poem also mentions that the damosel is confident that she will be able to convince Mary and Jesus. ഈ കവിതയിൽ നമുക്കൊരു കാര്യം വ്യക്തമായി കാണാം. അതായത് ബ്ലെസ്ഡ് ഡാമോസൽ വളരെ കോൺഫിഡൻ്റ് ആണ്. അവൾക്ക് ജീസസിനെയും മേരിയെയും കൺവിൻസ് ചെയ്യാൻ, ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന കാര്യം. എന്ത്? ടു ലെറ്റ് ഹെർ ലവർ സ്റ്റേ വിത്ത് ഹെർ ഇൻ ഹെവൻ ഫോർ എവർ വെന്നെവർ ഹി ഗെറ്റ്സ് ദർ. അവളുടെ ലവർ എപ്പോഴാണോ സ്വർഗത്തിൽ എത്തുന്നത് അതുമുതൽ അല്ലെങ്കിൽ അന്ന് മുതൽ അവളെയും അവളുടെ ലവറെയും സ്വർഗത്തിൽ ജീവിക്കാൻ അനുവദിക്കണം എന്ന് ജീസസ് യേശുക്രിസ്തുവിനെയും അതുപോലെ തന്നെ കന്യാമറിയത്തെയും ഈ ഒരു കാര്യത്തിൽ ബോധ്യപ്പെടുത്താൻ, കൺവിൻസ് ചെയ്യാൻ അവൾക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം നാം അവളിൽ ഈ കവിതയിൽ കാണുന്നു. ഇനി അടുത്തത് സിംബൽസ്. എന്തൊക്കെ സിംബലുകളാണ് നോക്കൂ. ദ യൂസ് ഓഫ് സിംബൽസ്. ഇനി പൊതുവെ പറയണം, എന്താണ് സിംബൽ, എന്തിനാണ് സിംബൽ ഉപയോഗിക്കുന്നത്? ദ യൂസ് ഓഫ് സിംബൽസ് ടു ഡെപിക്റ്റ് ഐഡിയാസ് ഓർ മീനിങ്സ് ഈസ് റെഫേർഡ് ടു ആസ് സിംബോളിസം. ഒരാശയത്തെ കാണിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു അർത്ഥത്തെ കാണിക്കുന്നതിന് വേണ്ടി സിംബൽ ഉപയോഗിക്കുന്നതിനാണ് സിംബോളിസം എന്ന് പറയാം. ഒരു മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആവാം, എന്താണ് സിംബോളിസം? എന്താ സിംബോളിസം? ദ യൂസ് ഓഫ് സിംബൽസ് ടു ഡെപിക്റ്റ് ഐഡിയാസ് ഓർ മീനിങ്സ് ഈസ് റെഫേർഡ് ടു ആസ് സിംബോളിസം. ഐഡിയാസിനെ അല്ലെങ്കിൽ മീനിങ്സിനെ കാണിക്കുന്നതിന് വേണ്ടി സിംബൽസ് ഉപയോഗിക്കുന്നതാണ് സിംബോളിസം. They have characteristics that are often only interpretable in context. അതായത് ഈ സിംബൽസിന് ചില സവിശേഷതകളുണ്ട്. ആ സവിശേഷതകൾ ആ ഒരു നിശ്ചിത കോണ്ടെക്സ്റ്റിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയൂ. അതായത് ഞാൻ ഒന്നുകൂടി രണ്ട് വരി കൂടി വായിക്കുമ്പോൾ കാര്യം മനസ്സിലാവും. അതായത് സിംബൽസ് എന്ന് പറയുമ്പോൾ ആ സിംബൽസ്, അവയുടെ അർത്ഥം സെയിം സിംബൽ എല്ലാ സ്ഥലത്തും ഒരേ അർത്ഥത്തെ എക്സ്പ്രസ് ചെയ്യണമെന്നില്ല. അതാണ് പറയുന്നത്. കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ട് അർത്ഥ വ്യത്യാസം ഓർ വ്യതിയാനം വരാം. ഇൻ ദിസ് പോയം വെർജിൻ മേരി ഗിവ്സ് ദ ഡാമോസൽ എ വൈറ്റ് റോസ് as a sign of Mary's favor as well as the damosel's purity and blessedness. ഈ കവിതയിൽ വെർജിൻ മേരി, കന്യാമറിയം ബ്ലെസ്ഡ് ഡാമോസലിന് ഒരു വൈറ്റ് റോസ് നൽകുന്നുണ്ട്. എന്നാൽ ഈ കവിതയിൽ ആ വൈറ്റ് റോസ് ആസ് എ സൈൻ, അതൊരു സൈനാണ്, ഒരു സൂചനയാണ് അല്ലെങ്കിൽ സിംബലാണ്. എന്തിൻ്റെ? മേരീസ് ഫേവർ, മേരിക്ക് അവളോടുള്ള താല്പര്യത്തിൻ്റെ അല്ലെങ്കിൽ അവളോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ അനുകമ്പയുടെ. അതേപോലെ തന്നെയാണ് ബ്ലെസ്ഡ് ഡാമോസൽസ് പ്യൂരിറ്റി ആൻഡ് ബ്ലെസ്ഡ്നെസ്. അതായത് ബ്ലെസ്ഡ് ഡാമോസലിൻ്റെ പരിശുദ്ധിയുടെ, അവളുടെ പ്യൂരിറ്റിയുടെയും അതുപോലെ തന്നെ അവളുടെ ബ്ലെസ്ഡ്നെസ്, അവളുടെ
അനുഗ്രഹിക്കപ്പെട്ടവൾ. ഈ മൂന്ന് കാര്യങ്ങളുടെ സിമ്പലാണ് ഇവിടെ വരുന്നത്. ഒന്ന് മാരിയുടെ ഫേവർ, മറ്റൊന്ന് ഡാമോസലിന്റെ ബ്ലെസ്സഡ്നെസ്സും പ്യൂരിറ്റി. എന്നാൽ എല്ലായിടത്തും ഇങ്ങനെ ഏതൊരു കോണ്ടെക്സ്റ്റിലും എവിടെയും നമ്മൾ വൈറ്റ് റോസ് പ്യൂരിറ്റിയും ബ്ലെസ്സഡ്നെസ്സും ഫേവറും ആണെന്ന് എല്ലായിടത്തും പറയുന്നില്ല. പക്ഷെ ഈ കവിതയിൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അങ്ങനെ വരുന്നു. ദ വൈറ്റ് റോസ് ഹാസ് ലോങ് ബീൻ കണക്റ്റഡ് വിത്ത് മേരി. വൈറ്റ് റോസിന്, വെള്ള റോസിന് കന്യാമറിയവുമായിട്ട് ഒരു ലോങ് കണക്റ്റഡ് ആണ്. പണ്ട് മുതലേ കണക്റ്റഡ് ആണ്. എന്ത്? വൈറ്റ് റോസ് ഹാസ് ലോങ് ബീൻ കണക്റ്റഡ്. ഇന്നോ ഇന്നലെ ഉണ്ടായ കണക്ഷൻ അല്ല. ലോങ് ബീൻ കണക്റ്റഡ് വിത്ത് മേരി. മേരിയുമായിട്ട് പണ്ടേ കണക്റ്റഡ് ആണ്. ആരാണ് ഈ മേരി? ജീസസ് മദർ ഇൻ ക്രിസ്ത്യൻ ഇക്കണോഗ്രാഫി. അതായത് ക്രിസ്ത്യൻ ഇക്കണോഗ്രാഫിയിൽ, അതായത് ക്രിസ്ത്യൻ മതവിശ്വാസത്തിൽ കന്യാമറിയവും അതുപോലെ തന്നെ വൈറ്റ് റോസും തമ്മിൽ ഒരു അഭേദ്യമായ ഒരു കണക്ഷൻ ഉണ്ട്. ദ കളർ വൈറ്റ് റെപ്രസെന്റ്സ് പ്യൂരിറ്റി ആൻഡ് മൊറാലിറ്റി. വെള്ള നിറം പരിശുദ്ധിയുടെയും മൊറാലിറ്റി ധാർമ്മികതയുടെയും പ്രതീകമാണത്. വൈൽ, ഇനി നമ്മൾ ഇവിടെ കാണുന്ന മറ്റൊരു സിമ്പൽ, വൈൽ ദ തോൺസ് ഓഫ് റോസ് റെപ്രസെന്റ്. അതേ സമയത്ത് തന്നെ തോൺസ് ഓഫ് ദ റോസിന്റെ മുള്ള് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്തിനെയാണ് റോസിന്റെ മുള്ള് റെപ്രസെന്റ് ചെയ്യുന്നത്? ദ ക്രൗൺ ഓഫ് തോൺസ് ദാറ്റ് ജീസസ് ബോർ ബിഫോർ ഹിസ് ക്രൂസിഫിക്ഷൻ. ക്രൂസിഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരിശാരോഹണം. ക്രിസ്തുവിനെ കുരിശിൽ തറച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ. ആ ക്രൂസിഫിക്ഷന്റെ മുൻപായിട്ട് അദ്ദേഹത്തിന്റെ തലയിൽ ഒരു മുൾക്കിരീടം ചൂടുന്നുണ്ട്. അതിന്റെ പ്രതീകമാണ്, അതിന്റെ ഒരു സിമ്പലാണ് ഏത്? തോൺസ് ഓഫ് റോസ്. തോൺസ് ഓഫ് ദ റോസ് റെപ്രസെന്റ് ദ ക്രൗൺ ഓഫ് തോൺസ്. മുൾക്കിരീടമാണ്. അതായത് യേശുക്രിസ്തുവിന്റെ ക്രൂസിഫിക്ഷന് മുൻപ്, ക്രൂസിഫിക്ഷൻ എന്ന് പറഞ്ഞാൽ കുരിശാരോഹണം, അതിനു മുൻപ് അദ്ദേഹത്തിന്റെ തലയിൽ ഒരു മുൾക്കിരീടം ചൂടുന്നുണ്ട്. അതിന്റെ പ്രതീകമാണ് എന്ത്? തോൺസ് ഓഫ് ദ റോസ്. ഇനി അടുത്തത് ലില്ലി. ലില്ലി ഈസ് അനദർ ഫ്ലവർ ദാറ്റ് ഈസ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് ആസ് എ ക്രിസ്ത്യൻ സിമ്പൽ. ഒരു ക്രിസ്ത്യൻ സിമ്പലായിട്ട്, അല്ലെങ്കിൽ ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ട ഒരു സിമ്പലായിട്ട് വളരെ ഫ്രീക്വന്റ് ആയിട്ട്, വളരെ യൂഷ്വൽ ആയിട്ട്, വളരെ സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു ഫ്ലവർ ആണ് ലില്ലി. വൈറ്റ് ലില്ലീസ് ആർ ട്രഡീഷണലി യൂസ്ഡ് ആസ് എ സൈൻ ഓഫ് ക്രൈസ്റ്റ് റിസറക്ഷൻ ഡ്യൂറിങ് ഈസ്റ്റർ. അതായത് വൈറ്റ് ലില്ലി എന്തിന്റെ സിമ്പലാണ്? സിമ്പൽ ഓഫ് റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ് ഡ്യൂറിങ് ഈസ്റ്റർ. അതായത് ഈസ്റ്ററിന് ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നതിന്റെ പ്രതീകമാണ് എന്ത്? വൈറ്റ് ലില്ലി. റെസറക്ഷൻ എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പ്. റെസറക്ഷൻ ഡ്യൂറിങ് ഈസ്റ്റർ. ഈസ്റ്ററിന് ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രതീകമാണ് വൈറ്റ് ലില്ലി. ദ ഡാമോസൽ ഇൻ ദിസ് പോയം ഹോൾസ് 3 ലില്ലീസ്. ഈ കവിതയിൽ ഡാമോസലിന്റെ കയ്യിൽ 3 ലില്ലി ഫ്ലവേഴ്സ് ഉണ്ട്. വിച്ച് റെപ്രസെന്റ്, ആ 3 ലില്ലി പൂക്കൾ എന്തിന്റെ പ്രതീകമാണ്? ആ 3 ലില്ലി ഫ്ലവേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിമ്പിൾ ചെയ്യുന്നത് 3 കാര്യങ്ങളെയാണ്. ദ ഹോളി ട്രിനിറ്റി, പരിശുദ്ധമായിട്ടുള്ള ത്രിത്വത്തെയാണ്. ഏതാണ് ആ ത്രിത്വം? ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നുള്ള ക്രിസ്തീയ കോൺസെപ്റ്റ്, ആ സങ്കല്പത്തെയാണ് 3 ലില്ലി പൂക്കൾ, ബ്ലെസ്ഡ് ഡാമോസലിന്റെ കൈവശമുള്ള 3 ലില്ലി പൂക്കൾ ഇതിനെയാണ് സിംബിളൈസ് ചെയ്യുന്നത്. മാത്രമല്ല ദീസ് സ്ട്രെങ്തൻ, ഈ ഒരു ആശയം അല്ലെങ്കിൽ ഈ ഒരു സിംബൽ ശക്തിപ്പെടുത്തുന്നു, സ്ട്രെങ്തൻ ചെയ്യുന്നു ദ ഡാമോസൽസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ള
ഡാമോസലിന്റെ ബന്ധം ആൻഡ് ഹെർ റിലീജിയസ് കമ്മിറ്റ്മെന്റ്, അതുപോലെ തന്നെ മതപരമായിട്ടുള്ള അവളുടെ ആത്മസമർപ്പണം, അവളുടെ കമ്മിറ്റ്മെന്റിനെയും ശക്തിപ്പെടുത്തുന്നു. അടുത്തത് ഫയർ, തീ. ഫയർ കംസ് ഇൻ എ വെറൈറ്റി ഓഫ് ഷേപ്സ് ആൻഡ് ഫോംസ്. ഈ ഒരു കവിതയിൽ പല രൂപത്തിലും പല തരത്തിലും നമ്മൾ ഫയറിനെ കാണുന്നു. വെറൈറ്റി ഓഫ് ഷേപ്സ് ആൻഡ് ഫോംസ്, സം സബ്റ്റിൽ ആൻഡ് അതേഴ്സ് ഒബ്വിയസ്. ചിലപ്പോൾ അത് സബ്റ്റിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്, എന്നാൽ ചിലപ്പോൾ ഒബ്വിയസ്, നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലും. അപ്പൊ ഫയർ ഈ കവിതയിൽ രണ്ട് തരത്തിൽ വരുന്നുണ്ട്. സബ്റ്റിലായിട്ടും ഒബ്വിയസ് ആയിട്ടും വരുന്നുണ്ട്. സബ്റ്റിലായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത സൂക്ഷ്മമായിട്ടുള്ള തരത്തിൽ. ഒബ്വിയസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ. ദ അണ്ടർലൈൻ സിംബോളിക് മീനിങ് ഓഫ് ഫയർ. എന്തൊക്കെയാണെങ്കിലും ഈ ഫയറിൽ അന്തർലീനമായിരിക്കുന്ന അർത്ഥം എന്താണ്? കൺസിസ്റ്റന്റ് ത്രൂ ഔട്ട് ദ പോയം. ആ ഒരു അർത്ഥം കവിതയിലുടനീളം ആ അർത്ഥം കൺസിസ്റ്റന്റ് ആണ്, അതായത് മാറ്റമില്ല. ദ അണ്ടർലൈൻ സിംബോളിക് മീനിങ് ഓഫ് ഫയർ റിമൈൻസ് കൺസിസ്റ്റന്റ് ത്രൂ ഔട്ട് ദ പോയം. എന്തർത്ഥമാണോ ഈ കവിതയിൽ ഫയറിനുള്ളത്, ആ അർത്ഥം കൺസിസ്റ്റന്റ് ആണ്. ആ അർത്ഥം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യില്ല, മാറൂല, അത് സ്ഥിരമാണ്. പർട്ടിക്കുലർലി ആസ് ദ ഓൺലി സോഴ്സ് ഓഫ് പെയിൻ ഇൻ ഹെവൻ. പ്രത്യേകിച്ച് അത് കാണിക്കുന്നത്, ആ ഒരു ഫയർ കാണിക്കുന്നത് കൺസിസ്റ്റന്റ് ആണെന്ന് പറയുന്ന മീനിങ്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെയിൻ ഇൻ ഹെവൻ എന്നുള്ളതാണ്. പെയിൻ ഇൻ ഹെവൻ. എല്ലാ സൗകര്യങ്ങളും ഹെവനിലുണ്ട്. എല്ലാ സൗകര്യങ്ങളും എവിടെ ഉണ്ട്? സ്വർഗത്തിലുണ്ട്. പിന്നെ എന്തിനാണ് പെയിൻ? നമ്മളിവിടെ ബ്ലെസ്ഡ് ഡാമോസലിന്റെ കാര്യത്തിൽ കണ്ട പോലെ, അതായത് ചിലർ സ്വർഗത്തിലായിരിക്കും, പക്ഷെ അവർക്ക് വേണ്ടപ്പെട്ടവർ ഉണ്ടാവില്ല എന്നൊരു വേദന, അല്ലെ? ആ ഒരു ഉദ്ദേശം, ആ ഒരു ഊഹം നമുക്ക് അവിടെ നൽകുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ ഈ ഒരു സോഴ്സ് ഓഫ് പെയിൻ ഇൻ ഹെവൻ, ഹെവനിലെ പെയിനിന്റെ സോഴ്സിനെയാണ് എന്ത് ചെയ്യുന്നത്? ഫയർ കൺസിസ്റ്റന്റ് ആയിട്ട് കാണിക്കുന്നത്. ഇനി അടുത്തത് ഫോം ആണ്. ദ സ്ട്രക്ചർ ഓഫ് എ പോയം ഈസ് ഇറ്റ്സ് ഫോം. ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കവിതയുടെ സ്ട്രക്ചർ ആണ്. സ്ട്രക്ചർ ഓഫ് ദ പോയം, സ്ട്രക്ചർ ഓഫ് ദ പോയം ആണ് ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിച്ച് ഇൻക്ലൂഡ്സ് ആസ്പെക്ട്സ് സച്ച് ആസ്. ഈ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഫോം എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്? സച്ച് ആസ് ലൈൻ ലെങ്ത്, വരികളുടെ നീളം, മീറ്റർ, അതുപോലെ തന്നെ സ്റ്റാൻസയുടെ ലെങ്ത്, സ്റ്റാൻസയിൽ എത്ര വരി വരുന്നുണ്ട്, റൈം സ്കീം, ഇഫ് എനി റൈം സ്കീം ഉണ്ടെങ്കിൽ ആ റൈം സ്കീം, ഈ കാര്യങ്ങളൊക്കെയാണ് ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സീക്വൻസസ് ഓഫ് റിപ്പിറ്റേഷൻ, അതായത് റിപ്പിറ്റേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ക്രമവും. കാരണം എപ്പോഴാണ് റിപ്പിറ്റേഷൻ വരുന്നത്? ആവർത്തനം. ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ സാധാരണ റെഫ്രൈൻ എന്ന് പറയും, ഈരടികൾ വരികയാണെങ്കിൽ ആവർത്തനങ്ങൾ എങ്ങനെ വരുന്നു? സീക്വൻസസ് ഓഫ് റിപ്പിറ്റേഷൻ. ദ പോയം ദ ബ്ലെസ്ഡ് ഡാമോസൽ ഈസ് ഡിവൈഡഡ് ഇൻടു 24 സ്റ്റാൻസാസ്. അതായത് ഇതൊരു ഷോർട്ട് പോയം അല്ല. ഈ കവിതയിൽ 24 സ്റ്റാൻസകളുണ്ട്. ഓഫ് 6 ലൈൻസ് ഈച്ച്. ഓരോ സ്റ്റാൻസയിലും 6 വരി വരുന്ന. അപ്പൊ നിങ്ങൾക്ക് മൊത്തം എത്ര വരി വരും എന്ന് അറിയണമെങ്കിൽ 6 × 24 ചെയ്താൽ മതി. ABCBDB ഈസ് ദ റെക്കറിംഗ് റൈം സ്കീം. ഈ കവിതയിൽ ഒരേ റൈം സ്കീം തന്നെ ആവർത്തിച്ച് വരികയാണ്. റെക്കറിംഗ് മീൻസ് റിപ്പീറ്റിംഗ്. ആവർത്തിച്ച് വരുന്ന റൈം സ്കീമാണ് ABCBDB. ദ മീറ്റർ ഈസ് യാംബിക് ടെട്രാമീറ്റർ. അതായത് ഇവിടെ ഈ കവിതയിൽ വരുന്ന മീറ്റർ, അപ്പൊ ഞാനിപ്പോ തൽക്കാലം എന്ത് ചെയ്യുന്നില്ല, എന്താണ് മീറ്റർ എന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല.
കാരണം ഒറ്റയടിക്ക് പെട്ടെന്ന് പറഞ്ഞപ്പോൾ കവിതയ്ക്ക് പെൻഡാമീറ്റർ ഉണ്ട്, എക്സാമീറ്റർ ഉണ്ട്. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിലെ ഫൂട്ടൊക്കെ നോക്കിയിട്ട് സിലബിളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് മീറ്റർ നിർണ്ണയിക്കുന്നത്. ഈ കവിതയുടെ മീറ്റർ നമ്മൾ കാണാതെ പഠിച്ചു വെക്കാം. ഇതിന്റെ മീറ്റർ എന്ന് പറയുന്നത് യാംബിക് ടെട്രാമീറ്റർ ആണ്. വിത്ത് 4 സ്ട്രെസ്ഡ് സിലബിൾസ് ആൻഡ് 4 അൺസ്ട്രെസ്ഡ് സിലബിൾസ്. അപ്പൊ എന്താ പറയുന്നത്? 4 സ്ട്രെസ്ഡ് സിലബിൾ ഉണ്ട്, അതുപോലെ തന്നെ 4 അൺസ്ട്രെസ്ഡ് സിലബിൾസും ഉണ്ട്. ഇത് നമ്മൾ ബൈഹാർട്ടായിട്ട് തൽക്കാലം പഠിച്ചു വെക്കാം. അതായത് കവിതയുടെ മീറ്റർ വരുന്നത് യാംബിക് ടെട്രാമീറ്റർ ആണ്. അതുപോലെ തന്നെ 4 സ്ട്രെസ്ഡ് സിലബിൾ വരുന്നുണ്ട്, ഊന്നൽ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ 4 അൺസ്ട്രെസ്ഡ് സിലബിൾസും വരുന്നുണ്ട്. Thus to analyze a poem, നമ്മളൊരു കവിതയെ അനലൈസ് ചെയ്യുമ്പോൾ one should break it down into its basic elements. ആ കവിതയെ എന്ത് ചെയ്യണം? അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റിലേക്ക്, അതിൻ്റെ ഏറ്റവും ചെറിയ തലത്തിലേക്ക്, രൂപത്തിലേക്ക് നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യണം. Then examine the elements to find out. അതിനുശേഷം നമ്മൾ ഓരോ എലമെന്റ്സിനെയും എക്സാമിൻ ചെയ്തിട്ട്, പരിശോധന നടത്തിയിട്ട് ടു ഫൈൻഡ് ഔട്ട്, നമ്മൾ കണ്ടെത്തണം. എന്താണ് കണ്ടെത്തേണ്ടത്? ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇന്നർ മീനിങ് ദ പോയം ഹോൾഡ്സ്. ഈ കവിതയ്ക്ക് എന്ത് ആന്തരിക അർത്ഥമാണുള്ളത്, ഈ കവിതയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം എന്താണെന്ന് അതിൻ്റെ എലമെന്റ്സിനെ വിശകലനം ചെയ്ത് ചികഞ്ഞ് പരിശോധിച്ച് നമ്മൾ കണ്ടെത്തണം. The basic idea behind analysis of a poem is, ഒരു കവിതയെ വിശകലനം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ ആശയം എന്ന് പറയുന്നത്, അതിൻ്റെ പിറകിലെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്, ഉദ്ദേശം എന്ന് പറയുന്നത്, ടു അസസ് ഹൗ ദ പോയറ്റ് ആൻഡ് ദ പോയം പ്രൊഡ്യൂസ് ആൻ ഇഫക്റ്റ് ഓൺ ദ റീഡർ. അതായത് ഒരു കവിത അല്ലെങ്കിൽ ഒരു പോയറ്റ്, എ പോയം ഓർ എ പോയറ്റ്, ഒരു കവി അല്ലെങ്കിൽ ഒരു കവിത എങ്ങനെയാണ് റീഡറില് അല്ലെങ്കിൽ വായനക്കാരില് തൻ്റെ വരികളിലൂടെ ഒരു ഇഫക്റ്റ് ഉണ്ടാക്കുന്നത്, റീഡേഴ്സിൽ ഒരു ഇഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു റിസൾട്ട്, അതിൻ്റെ ഒരു ആഘാതം ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്ത് മാർഗമാണ് കവി സ്വീകരിച്ചിരിക്കുന്നത്, എന്ത് പ്രത്യേകത അല്ലെങ്കിൽ ഏത് രീതിയിലൂടെയാണ്, അല്ലെങ്കിൽ തൻ്റെ റീഡേഴ്സിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ കവിതയിൽ കവി എന്താണ്, എന്ത് മാർഗമാണ്, അതായത് ചോയ്സ് ഓഫ് വേർഡ്സ് ആണോ, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആണോ, ഏത് രീതി അവലംബിച്ചിട്ടാണ് കവി തൻ്റെ ഉദ്ദേശം അച്ചീവ് ചെയ്തതെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അനാലിസിസ് ഓഫ് എ പോയം, ഒരു കവിതയെ വിശകലനം ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മളുടെ 4ാമത്തെ യൂണിറ്റ് ഇന്നിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കഴിഞ്ഞ 2 ബ്ലോക്ക്, അപ്പോൾ നമ്മൾ ഇതുവരെ എടുത്ത 2 ബ്ലോക്കിലെ നമുക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് എന്ത് ചെയ്യാം, വിശകലനം ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1ാമത്തെ ബ്ലോക്കിലെ ക്വസ്റ്റ്യൻസ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ്. അപ്പോൾ അത് നമ്മൾ ക്ലാസ് നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴേക്കും അതിൻ്റെ കൂടെ തന്നെ 2ാമത്തെ ബ്ലോക്കും അതുപോലെ കംപ്ലീറ്റ് ആക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സാധാരണ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ക്ലാസ്സൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്തിട്ടൊക്കെ നിങ്ങൾ കാണണം. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, കാരണം ഈ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഉപകാരപ്പെടുന്നതിന് വേണ്ടി മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒക്കെ എന്ത് ചെയ്യുക, വീഡിയോ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ ഓൾ.